ഹായ് ഗായ്സ്, വെൽക്കം ടു റോസ് പേപ്പർ കോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ജേർണലിംഗ് കുറച്ച് സ്പെഷ്യലാണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ക്യൂട്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതെ, നമ്മുടെ സ്വന്തം ബ്ലാക്ക് പിങ്ക്. ഇന്ന് ബ്ലാക്ക് പിങ്ക് ഗ്രൂപ്പ് ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ ജേർണൽ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഞാനിന്ന് എൻ്റെ ജേർണലല്ല ചെയ്യുന്നത്, എൻ്റെ അനിയത്തിയുടെ ജേർണൽ ബുക്കിലാണ്. അവൾ ഇതിനു മുമ്പേ കുറച്ച് ജേർണൽ പേജസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. കൊള്ളാം അല്ലേ? അപ്പോൾ നമുക്കിന്നൊരു സ്പെഷ്യൽ പേജ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു പുതിയ പേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് ബ്ലാക്ക് പിങ്ക്. എൻ്റെ അനിയത്തി ഒരു കട്ട ബ്ലാക്ക് പിങ്ക് ഫാനാണ് കേട്ടോ. എനിക്ക് ഈ ഗ്രൂപ്പിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. അവൾക്ക് ഈ ഗ്രൂപ്പിൽ ഏറ്റവും ഇഷ്ടം ലിസേനയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ജെനീനെയാണ്. അപ്പം ഞാൻ ജെനിയുടെ ഫാൻ ആകാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. സത്യം പറഞ്ഞാൽ ജെനി എന്ന് പറയുന്ന ഒരു പാട്ടുകാരനാണ് ഞാൻ ജെനിയുടെ ഫാനായത്. ഞാൻ ആ പാട്ട് നിങ്ങളിവിടെ കേൾപ്പിച്ചു തരാം കേട്ടോ. ഇത് കേട്ടോ ഗൈസ്, ഇത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് ജെനിയോടൊരു സ്പെഷ്യൽ സ്നേഹമാണ്. ദാറ്റ്സ് ഫണ്ണി അല്ലേ? നിങ്ങളിൽ ആർക്കൊക്കെയാണ് ഇങ്ങനെ പാട്ട് കേട്ട് ക്രഷ് വന്നിട്ടുള്ളത്? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ബ്ലാക്ക് പിങ്ക് ഫാൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആരാണ് എന്നൂടെ ഒന്ന് പറയണേ. പിന്നെ എനിക്കിതിൽ ലിസ ആരാ ജെനി ആരാ എന്നൊന്നും വേഗം കണ്ടാൽ മനസ്സിലാകൂല. ഇവരെല്ലാം ഒരുപോലെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുള്ളത്. പക്ഷേ എൻ്റെ അനിയത്തിക്ക് ഇവരെല്ലാവരും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. നമുക്കതൊന്ന് നോക്കാം. ഇതാരാ? ലിസ, ഇത് ജെനി, ജിസു, റോസെ. ലിസ, ജെനി, ജിസു, റോസെ. കണ്ടില്ല ഗൈസ്, അവൾ പറഞ്ഞു തന്നിട്ട് പോലും എനിക്ക് കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ദേ എൻ്റെ അനിയത്തിയുടെ ബുക്കിൽ നമ്മുടെ ബ്ലാക്ക് പിങ്കിൻ്റെ ജേർണൽ പേജ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്കിതെന്തായാലും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ജേർണൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം നന്നായിട്ടുണ്ടെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ആക്ച്വലി അവളാണ് എനിക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് തരുന്നത് കേട്ടോ. പിന്നെ ബ്ലാക്ക് പിങ്കിൻ്റെ ഈ ഫോട്ടോ കാർഡ് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ആവശ്യമുള്ളവർക്ക് മേടിക്കാം, ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോ കാർഡും പിന്നെ ഒരു 2-3 സ്റ്റിക്കേഴ്സ് മാത്രമേ ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കൈകൊണ്ടുണ്ടാക്കിയ സപ്ലൈസാണ്. അങ്ങനെ നമ്മുടെ ജേർണൽ ഇവിടെ കംപ്ലീറ്റ് ആവാൻ പോവാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഈ ക്യൂട്ട് സാധനങ്ങളും ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വിശേഷങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇനിയും ഇതുപോലത്തെ ക്രാഫ്റ്റ് ആൻഡ് ജേർണൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ റോസ് പേപ്പർ കോഴ്സ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.